കേസ് അങ്ങനെ പഞ്ചാബ് എഫ് സി അവരുടെ 2 വിദേശ സൈനിങ്സ് പൂർത്തീകരിക്കുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെന്റും നടത്തുന്നു. ഒരു സെൻറ്റർ ബാക്ക്, ഒരു സെൻറ്റർ ഫോർവേഡ്. ആദ്യം നമുക്ക് സെൻറ്റർ ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവാൻ നോവോസെലിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ സെൻറ്റർ ബാക്കിനെയാണ് എത്തിക്കുന്നത്. 29 വയസ്സുകാരനായിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് തജിക് ലീഗിലാണ്, അതായത് തജിക്കിസ്ഥാൻ ക്ലബ്ബായിട്ടുള്ള ഇസ്തിക്ലോൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബ്. നിങ്ങൾ AFC കപ്പ് മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലബ്സിനൊക്കെ എതിരെ കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ സീസണിൽ അവർ AFC ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടക്കം കളിച്ചു. ഐ തിങ്ക് അൽ നസറിനൊക്കെ എതിരെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ നമുക്ക് കൂടുതൽ നോക്കുമ്പോൾ കളിച്ചിട്ടുള്ളത് സ്ലൊവേനിയൻ ലീഗിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ക്രൊയേഷ്യൻ സെക്കൻഡ് ഡിവിഷൻ, അത് കഴിഞ്ഞിട്ടാണ് ക്രൊയേഷ്യൻ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലത്തെ ഒരു തജിക് ക്ലബ്ബായിട്ടുള്ള ഇസ്തിക്ലോലിൽ എത്തുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കിയ സമയത്ത് കഴിഞ്ഞ സീസണിൽ 8 മാച്ചസ് ഇസ്തിക്ലോലിന് വേണ്ടി ലീഗിൽ കളിച്ചിട്ട് 3 ഗോൾ, ഒരു അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. സോ ഒരു ഗോളിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു സെൻറ്റർ ബാക്ക്, നമ്മളിപ്പം മൊത്തതോ ഫോളിൻ്റെ അല്ലെങ്കിൽ സ്റ്റീഫൻ എസയുടെ കാര്യം പറയുന്ന ആ ഒരു എബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു എങ്ങനെ മാച്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അടുത്തത് സ്ട്രൈക്കർ ആയിട്ടുള്ള താരം ലൂക്ക മാച്ചന് കൂട്ടായിട്ട് ഒരു നോർവേജിയൻ സ്ട്രൈക്കറെയാണ് എത്തിക്കുന്നത്. മഷുങ്ക ബക്കങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. അദ്ദേഹം നോർവേക്ക് വേണ്ടി സീനിയർ ടീമിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ 1-2 മാച്ചസേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുമ്പം നോർവേയുടെ ഏജ് കാറ്റഗറിയിൽ ഏതാണ്ട് അണ്ടർ-15 തൊട്ട് സീനിയർ ലെവലുള്ള എല്ലാ കാറ്റഗറികളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് സൈപ്രസ് ലീഗിലാണ്. സൈപ്രസ് ക്ലബ്ബായിട്ടുള്ള അപ്പോളോ ലിമാസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സീസണിൽ 22 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾസ് ആണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. 4 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുൻപ് സ്റ്റെബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നോർവേജിയൻ ടോപ്പ് ടയറിലാണ് കളിച്ചത്. അതായത് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധു ഒക്കെ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അവിടെ അദ്ദേഹം നോക്കുമ്പോൾ 30 മാച്ചസിൽ 11 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 സീസണുകളിൽ നിന്നായിട്ട് 52 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 19 ഗോൾസ് സ്കോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം മോസ്റ്റ് നമ്പർ ഓഫ് മാച്ചസ് കളിച്ചിട്ടുള്ളത് നോർവേജിയൻ ലീഗിൽ തന്നെയാണ്. 150 മത്സരങ്ങളിൽ 63 ഗോൾസും 15 അസിസ്റ്റും. അതൊരു നല്ല നമ്പറായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. നോർവേ ലീഗിന് പുറമെ ബെൽജിയം ടോപ്പ് ഡിവിഷനിൽ അദ്ദേഹം സമീപകാലത്തൊക്കെ തന്നെ കളിച്ചിട്ടുണ്ട്. അതുപോലെ ഡാനിഷ് ടോപ്പ് ഡിവിഷൻ, ജെ ലീഗ് 2, ബുണ്ടസ് ലീഗ 2 അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ലീഗ്സിൽ കളിച്ചും അവിടെ ഗോൾ അടിച്ചും ഒക്കെ ഉള്ളൊരു പരിചയമുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു നല്ല ഒരു പ്രൊഫൈലുള്ള സ്ട്രൈക്കറായിട്ട് തന്നെയാണ് കാണുന്നത്. ലൂക്ക മാച്ചനും പറഞ്ഞ പോലെ ആ ഒരു ടീമിൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കർ തന്നെ ആയിരിക്കും. എന്താണെങ്കിലും രണ്ടുപേരും ഇപ്പോൾ കൊൽക്കത്തയിൽ ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഇതിൽ 2 പ്ലേയേഴ്സിൽ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലും ഉണ്ട്. അപ്പോൾ ഒരാൾ ചിലപ്പം KBFCക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് പഞ്ചാബ് എഫ് സിയുടെ 2 ലേറ്റസ്റ്റ് വിദേശ സൈനിങ്സ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ താരങ്ങളെക്കുറിച്ചുള്ളത്? കമ്പോസ് ചെയ്താൽ മറ്റോ കാണിക്കാണ് സനി.